ഇതാണ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് വേണ്ടി പോയി നോക്കിയ വണ്ടിയുടെ യഥാർത്ഥത്തിലുള്ളൊരവസ്ഥ. അതിൻ്റെ ഡോറ് റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഫുള്ള് തുരുമ്പാണ്. അതുപോലെ ഹിഞ്ചസും കാര്യങ്ങളെല്ലാം നോക്കി ഫുള്ള് തുരുമ്പാണ്. സെയിം തന്നെ സെക്കൻഡ് ഡോറിൻ്റെ അടിഭാഗവും കാര്യങ്ങളും ഇവിടെയൊക്കെ ഓൾറെഡി തുരുമ്പും കാര്യങ്ങളും വന്ന് ഗ്യാപ്പായി. കണ്ടില്ലേ? കഴുകുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാണോ അതോ ഇനി ഈർപ്പ് വരുന്നിട്ട് ഇങ്ങനെ ഏകണയാണോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും ഫ്ലഡും കാര്യങ്ങളൊന്നുമല്ല. 4 ഡോറിൻ്റെ അടിയിലുള്ള അവസ്ഥ ഇതാണ്. ഫുള്ള് തുരുമ്പ് വന്നു. അപ്പോൾ ഡോറ് ഈ 4 എന്തായാലും പണിതാലും പഴയ ഷേപ്പും കാര്യങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല. ഈ ഡോറ് റീപ്ലേസ് ചെയ്യൽ തന്നെ കാര്യമുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഡോറാണ് ഏറ്റവും മോശം കണ്ടീഷൻ. കണ്ട ഫുള്ള് തുരുമ്പാണ് വണ്ടി. ബോഡി ഫുള്ള് തുരുമ്പ്. എന്നാൽ വണ്ടി ഓടിയിരിക്കുന്ന വളരെ ലോ കിലോമീറ്ററാണ്. കാണാനൊക്കെ നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ് വണ്ടി. പക്ഷേ വണ്ടിയുടെ തുരുമ്പ് വരാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ വീൽ നെറ്റിന് വരെ തുരുമ്പാണ് ആ ഒരു വണ്ടിയുടെ. ഇതതിൻ്റെ ഹിഞ്ചസിൻ്റെ ഉള്ളുഭാഗമാണ് ലെഫ്റ്റ് സൈഡ്. ഇത് ഷാസിയുടെ ഫ്രണ്ട് എൻഡാണ് റൈറ്റ് സൈഡ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഷാസിയുടെ എൻഡ് നോക്കി ഫ്രണ്ട്, അവിടെയും ഈ തുരുമ്പും കാര്യങ്ങളും ഫുള്ള് ഈ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഇത് റിയർ ഷാസിയുടെ എൻഡ് ലെഫ്റ്റ് സൈഡ് അവിടെയൊക്കെ വിട്ട് പോരും എന്നുള്ളൊരവസ്ഥയിലിരിക്കുന്നത്. തുരുമ്പ് വലിയ നിസ്സാരക്കാരനായിട്ടൊന്നും കാണണ്ട. കാരണം ഇതിൻ്റെ വർക്ക് എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അത്യാവശ്യം നമ്മളുടെ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഈ ഒരു വണ്ടിക്ക് വർക്കിനായിട്ട് വേണ്ടി വരും. തുരുമ്പും കാര്യങ്ങളും കളഞ്ഞ് ക്ലിയർ ആക്കാനായിട്ട്. അപ്പോൾ വണ്ടികൾ എടുക്കുമ്പോഴെപ്പോഴും ക്ലിയറായിട്ട് നോക്കി തന്നെ എടുക്കുക. ഇതുപോലുള്ള പണികൾ കിട്ടിയാൽ പിന്നെ നമ്മളുടെ കാശ് പോകുന്ന വഴി അറിയില്ല.